നളിനേച്ചി പാവം, കഷ്ടമാണ് അതിന്റെ ജീവിതം. കഥകളൊക്കെ എനിക്കറിയാം. പിടിപ്പേടാണ് നളിനേച്ചി കാണിച്ചത്. കാത്തിരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണ് കാത്തിരിക്കും. ഞാൻ കാത്തിരിക്കും. എടാ കഴുതേ, വെള്ളം കള തിളക്കുന്നുണ്ടല്ലേ? അരി കഴിയോ? കഴിയില്ല. എന്താ? സൗകര്യപ്പെട്ടില്ല. എന്താ? എന്നെ കയറി ഭരിക്കാൻ പറ്റുന്ന ഇയാളോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേട്ടാ നിന്റെ അറിഞ്ഞാച്ച ദൂരി പോവോ? അനുസരിപ്പിക്കാൻ ഇയാൾ ആരുവാ? ചക്രവർത്തിയോ? അയ്യോ എന്റെ അമ്മയ്ക്ക് രണ്ടും രാഹുകാലത്തുണ്ടായെന്നാ അതിന്റെ അപ്പഴ അത് നീ എന്റെ പൊന്നു വീശുനാഥ, എന്റെ മക്കളെ തമ്മി തല്ലി താഴ്ന്നത് കണ്ടില്ലേ? ഒന്ന് പിടിച്ചു മാറ്റം. കുറെ കഴിയുമ്പോൾ തന്നെ നിർത്തിക്കോളും. എന്നാലും ഞാൻ പെറ്റുപോയില്ലേ മോനെ? വാ. ചേട്ടൻ അടി കൂടുന്നിടത്ത് വല്ലവനും എന്തോ കാര്യം? കൈയും കാലം ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ വഴിയുണ്ട്. ഇപ്പൊ പോയി തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കും. ഓടാ നാട്ടീന്ന് പോന്നേ പിന്നെ ഇപ്പഴാ ഒരു അനക്കുണ്ടായി. അടിയുടെ മക്കളെ അടിയുടെ സിനിമ കാണണ പോലെ കണ്ട് രസിക്കായിരിക്കും. ഇതേ ഞങ്ങളുടെ പഴയ നിയമത്തിലുള്ളതാ. കായേനും ആബേലും ആപത്തിന്റെ അവയുടെ മക്കളാ. കണ്ട് രസിക്കുന്നു. മക്കളെ ഇങ്ങോട്ട് വന്നേ. അമ്മച്ചി വാ, അമ്മച്ചി ഇങ്ങോട്ട് വരാൻ.
മോളെ മോളെ എന്റെ നോക്കൊന്നും പറ്റില്ല, അവൾ ഇവിടെ ഉണ്ട്. ആ വീട്ടെ അജയരെ ആ അമ്മേ അമ്മേ വിശ്വത്ത, പോയവരാരും തിരിച്ചു വരില്ല. എഴുന്നേക്ക്. പാതിയിലേറെ പേർ ഇപ്പോഴും അക്കരെയാണ്. നാളെയെങ്കിലും നമുക്ക് പുറപ്പെടണമെങ്കിൽ പാലത്തിന്റെ പണി ഇപ്പോഴെങ്കിലും തുടങ്ങണ്ടേ?
ആ വാ വാ ആ ഉറപ്പ് മതിയോ മോനെ? ഇളക്കമുണ്ടല്ലോ. വാ 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 നിക്ക് നിക്ക്. ഫ്രീ. വാ ആചാര്യ. രാമുണ്ണി, രാമുണ്ണി, തന്നോടാ തന്റെ വണ്ടിയിൽ ഇവരെ കൂടെ കയറ്റി. ബുദ്ധിമുട്ടാണ്. ആലോക്യം തോന്നിയാലും വേണ്ടില്ല, പറ്റില്ല. ആചാര്യ, എന്റെ വണ്ടിയിൽ സ്ഥലമുണ്ട്, എന്റെ അമ്മയുടെ. വരൂ. ദൂരെ 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 ഏതോ തീരം തേടി തേടി യാത്രയനന്ദമാം യാത്ര, ആദമിൻ മക്കൾ തൻ തുടർ യാത്ര, തുടർ യാത്ര, തുടർ യാത്ര. ദൂരെ 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 ഏതോ തീരം തേടി തേടി. അയ്യോ, ചതിക്കല്ല മോളെ, കാളയുടെ കാലൊടിഞ്ഞു. രാമുട്ടിയെ, രാമുട്ടിയെ, ഒന്നിറങ്ങി, ഒന്ന് സഹായിച്ചു. ഒന്ന് നിൽക്കണേ, ഇതാ ചക്കാൻ കുഴി ചടി. അല്ലേ പാപ്പിയെ, ഇവിടെ കറിയാ കറിയാ, ഒന്ന് നിൽക്കണോ? എവിടെ പാപ്പിയെ, ശിവ ശിവ, എന്റെ രാമേനെ, ആചാര്യെ കൂടെ തന്റെ വണ്ടിയെ കേട്ടാൻ ഒന്ന് പിടിച്ചു. പിടിക്കാം. ഒന്നുകൂടി ഒന്നുകൂടി മോളെ, ഒന്ന് പിടിച്ചാല്. പിടി. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മോളും ആ മഴയത്ത്. നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനും പൊറുക്കാനും ഞാനായിരുന്നു. കഴിഞ്ഞതൊക്കെ പൊറുക്കണം ഹാജിയാരെ. ഇനി നിങ്ങൾ മോളും എൻ്റെ വണ്ടിയിൽ കയറിയാൽ മതി. പണ്ട് ഇട്ടുരാഷൻ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്,
രാവുണ്ണി നായരുടെ അച്ഛനും ആജിയാരുടെ ബാപ്പയും ഇത്തിരാശൻ ചേട്ടനും ഒക്കെ നങ്ങിയാർ തൊടിയിൽ വരുന്ന കാലത്ത് അവർക്ക് പേരില്ലായിരുന്നു, വെറും മനുഷ്യരായിരുന്നു. തരിശുഭൂമി പൊന്നാക്കിയപ്പോൾ മതവും കൊണ്ട് അമ്പലക്കാരും പള്ളിക്കാരും വന്നു, രാഷ്ട്രീയക്കാരും എത്തി. ആ പണവും സൗകര്യമുള്ളത്തെ ഇതൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കിപ്പോ എല്ലാം മനസ്സിലായി മോനെ. ഇത്തിരി തേനിൽ പൊന്നുരച്ചു, ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു. അന്നലൂഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്, ആലിലയിൽ പള്ളി കൊള്ളും ആരോമലുണ്ണി ആടാട് ആട് ആട് ആടാട്. അന്നലൂഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്. ആ കാണുന്ന കുന്നിനപ്പുറത്തുള്ള ചരിവിലാണ് നമുക്കുള്ള ഭൂമി.
നമുക്ക് ഇന്നിവിടെ തങ്ങാം. നാളെ പുലർന്നിട്ട് പോകുന്നതാ നല്ലത്. ശരി. ഇവിടെ ഈ തീ കത്തിക്കാൻ പോലും ഒരു മനുഷ്യനല്ലേ. ആ അതിങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കാൻ എളുപ്പം. ആരാത്? എവിടേക്കാ പുറപ്പാട്? ആ കുന്നിന്റെ അപ്പുറത്തെ താഴ്വരയിലേക്കാ. എന്തിനാ? അത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ സ്ഥല. സർക്കാരിൽ നിന്ന് എഴുതി കിട്ടിയ കാൽപ്പായ കടലാസിന്റെ അവകാശം കണിയാങ്കുന്നിന്റെ ചിരിവ് സ്വന്തമാക്കാൻ. അതേന്ന് കൂട്ടിക്കോളി. അതിനിപ്പോ നിങ്ങൾക്കെന്തേ? ഒന്നുമില്ല, അത് നടക്കില്ലെന്ന് മാത്രം. എന്താ? ആ ചെരുവ് സ്വന്തമാകാനും പോകുന്നില്ല, നിങ്ങൾ അവിടെ കാലുകുത്താനും പോകുന്നില്ല. അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? ഇവിടുത്തെ തഹസീൽദാരോ? ചുമ്മാ കാടുകളിലേക്ക് വരട്ടാ നീക്കേണ്ടത്. പോടാ കുച്ചനെ. എടോ മൂപ്പിലേ, ആ കാണുന്ന കുന്നിൻ ചെരുവ് മുഴുവൻ എന്റെ അപ്പൻ അന്ത്രയോസ് മുതലാളിയുടെ വരുതിയില്ല. വരുതിയില്ലോ? സർക്കാരിന്റെ പുറമ്പോക്ക് സ്ഥലം എങ്ങനെയാ തന്റെ അപ്പന്റെ വരുതിയിലാവുന്നത്? സർക്കാർ തന്നെ അങ്ങേരുടെ വരുതിയില്ല, പിന്നെയല്ലേ ഇച്ചിരിയോളം പോകുന്നേ പുറമ്പോക്ക്. അങ്ങേര് ആരാണെന്നാ നിങ്ങളുടെ വിചാരം? അപ്പനോട് ഇടിഞ്ഞ് ആരും ഇവിടെ പുറത്തിട്ടില്ല, പൊറുക്കുകയുമില്ല. ആയുസത്താണ്ട് ചാവുണ്ടെങ്കിൽ പറയുന്നത് കേട്ടുള്ളൂ. അപ്പനെ ചെന്ന് മുഖം കാണി. ദുരിതങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സലിയും. കിടന്നുകൂടാനുള്ള മണ്ണ് അദ്ദേഹം വേറെ തരും. ആ കുന്നിൻ ചെരുവ് പോലെ തരിശുഭൂമിയല്ല, നല്ല ഒന്നാന്തരം മണ്ണ്. അപ്പാ കുന്നിൻ ചെരുവോ? മലയാളത്തിലല്ലേ പറഞ്ഞത്? അങ്ങോട്ട് കണ്ണുവെക്കണ്ട, അത് നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. അത് അപ്പന് വേറെ താല്പര്യമുള്ള സ്ഥലമാണ്. തന്റെ അപ്പനോട് ചെന്ന് പറഞ്ഞേക്ക് ആ സ്ഥലത്തിന്റെ ശരിയായ അവകാശികൾ വന്നിട്ടുണ്ടെന്ന്. കളിക്കുന്നത് ആരോടാണെന്ന് സൂക്ഷിച്ചു വേണം. ഏത് പൊന്നു തമ്പുരാനായാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നിങ്ങൾ ഇതിന് അനുഭവിക്കും. ഓ, ഒരുപാട് അനുഭവിച്ചതാ എന്റെ സാറേ. ഇനിയും തയ്യാറുവാ, അതിനുള്ള എല്ലുറപ്പുണ്ട്. നമുക്കെന്തിനാ വെറുതെ വഴക്കും ബഹളവും വക്കാണവും? ആ കുന്നിൻ ചെരുവിന് പകരം വേറെ നല്ല ഒന്നാന്തരം മണ്ണ് നിങ്ങൾക്ക് തരും. അത് മാത്രമല്ല, വേറെ എന്തൊക്കെ വേണോ അതും. നമുക്കൊരു പരസ്പര ധാരണയിൽ വേണ്ട, ഇവിടെ ആർക്കും ഒരു പട്ടിയുടെ ഔദാര്യം ആവശ്യമില്ല. ഇയാൾക്ക് ഇതല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ? എങ്കിൽ പോവാ. നോവിക്കാൻ നോക്കുന്നത് മൂർഖൻ പാമ്പിനെയാണ്. ചെവിയിൽ നുള്ളിക്കോ. ഓ, നുള്ളിക്കോളാവേ. അത്രയ്ക്കങ്ങ് നിസാരനാക്കണ്ട. ഈ അന്ത്രയോസ് എന്ന പേരങ്ങനെ ഒരുമാതിരി ആളുകൾ ഒന്നും വിടാറില്ല. വെറുതെ ഇടയാൻ ചെന്ന് അടി വാങ്ങണം. വേണ്ട, ഇന്നയാളുടെ കാല് നക്ക്. ആയുസ് മുഴുവൻ എത്തിരി ഒന്ന് അടിമയായിട്ട് കഴിയാം. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അറിയണ്ട, ഒരുത്തന്റെ മുമ്പിലും കുനിയാതെ ഇവിടം വരെ എത്തിയില്ലേ? ഇനിയും അങ്ങനെ മതി.